حتى إذا جاء أحدهم الموت قال رب ارجعون. മലക്കുൽ മൗത്തും സംഘവും റൂഹിനെ പിടിക്കാൻ വരുമ്പോ മരിക്കാനിരിക്കുന്ന മനുഷ്യൻ പറയും, പടച്ചോനെ എന്റെ ആത്മാവിനെ ഇപ്പൊ പിടിക്കല്ലേ, കുറച്ചൊന്ന് എന്നെ പിന്തിപ്പിക്കണേ. പഠനം മുഴുവനായിട്ടില്ല, വീടിന്റെ പണി പൂർത്തിയായിട്ടില്ല, എന്റെ മക്കളെ കല്യാണം തീർന്നിട്ടില്ല, അവരെയൊക്കെ ഒന്നും ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് എത്തിച്ചിട്ടില്ല, അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വരാന്നല്ല. ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു. അല്ലാഹുവേ ചെയ്യാതെ മാറ്റിവെച്ച ഒരുപാട് കർമ്മങ്ങളുണ്ട് പടച്ചോനെ. ഹയ്യ അലസ്സലാ എന്ന വിളി കേട്ടപ്പോ ബൈക്കൊന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റാതെ പോയി, ഉറക്കമൊന്ന് കളയാൻ പറ്റാതെ പോയി, തിരക്കൊന്ന് മാറ്റിവെക്കാൻ പറ്റാതെ പോയി. കൂട്ടുകാർ വിളിച്ചപ്പോൾ അള്ളാഹുവിന്റെ ദീന് പരിഗണിക്കാൻ പറ്റാതെ പോയി. യൂട്യൂബും ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഒക്കെ കണ്ട് വേഷവും കോലവും രൂപവും എല്ലാം മാറ്റി ഹറാമും ഹലാലും നോക്കാതെ പരമാവധി സമ്പാദിച്ചു. എനിക്ക് ഏറ്റവും വലുത് എന്റെ സുഖമായിരുന്നു, എന്റെ ആനന്ദമായിരുന്നു, എന്റെ സന്തോഷമായിരുന്നു, ഈ ദുനിയാവിലെ വൈബായിരുന്നു എനിക്ക് ഏറ്റവും വലുത്. അതുകൊണ്ട് പടച്ചോനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. റബ്ബിർജിഊൻ, ഒന്ന് മടക്കി തരുമോ? നമ്മളാരെയും മരിച്ചണോ? മരിച്ച ആരെങ്കിലും നമ്മളോട് സംസാരിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അത് കഴിയോ? കഴിഞ്ഞോണൊന്നുമില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പച്ചക്ക് പറഞ്ഞത് ആ സമയത്ത് നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? നമുക്ക് പറയാൻ പറ്റാത്ത കാര്യം പടച്ച റബ്ബ് നമുക്ക് പറഞ്ഞു ബോധ്യപ്പെടുത്തി തരികയാണ്. ആ സമയത്ത് മനുഷ്യന്റെ അവസ്ഥ അതായിരിക്കുമെന്ന് പറയുമ്പോൾ സുഹൃത്തുക്കളെ ചെയ്യേണ്ടത് ഇപ്പോഴാണ്. ഖുർആനും സുന്നത്തും ശരിക്ക് പഠിച്ചു മനസ്സിലാക്കി നമ്മൾ പരലോകത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങണം. വലാ തുഖ്സിനി യൗമ യുബ്അസൂൻ യൗമ ലാ യൻഫഉ മാലു വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം വലാ തുഖ്സിനി യൗമ യുബ്അസൂൻ. ഒരു മഹാപ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു ഒരുപാട് മഹത്വങ്ങൾ കൽപ്പിച്ച, ഒരുപാട് സ്ഥാനങ്ങൾ കൽപ്പിച്ച, ഖലീലായി സ്വീകരിച്ച, ഇബ്രാഹിം അല്ലദീ വഫാ, എല്ലാ കടമകളും കടപ്പാടുകളും പൂർത്തീകരിച്ച, അവ്വാഹുൻ ഹലീമായ, ക്ഷമയുള്ള അങ്ങേയറ്റം ഖേദിച്ചു മടങ്ങുന്നവനായ, എല്ലാ കൽപ്പനകളും കൃത്യമായി അതമ്മഹുന്ന, എല്ലാം പൂർത്തീകരിച്ച മുഹമ്മദ് നബിയോട് പോലും പിൻപറ്റാൻ പറഞ്ഞ മില്ലത്ത് ഇബ്രാഹിമിന്റെ ഉടമസ്ഥനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്, പടച്ച റബ്ബേ റബ്ബിലാ തുഖ്സിനി യൗമ യുബ്അസൂൻ യൗമ ലാ യൻഫഉ മാലു വലാ ബനൂൻ. മക്കളും സന്താനങ്ങളും സമ്പത്തും അല്ല നമുക്ക് ഏറ്റവും വലുത്. നമ്മുടെ മക്കള്, നമ്മുടെ ജോലി, ഇതിന് നമ്മൾ ഏറ്റവും അധികം സമയം ചെലവാക്കുന്നതിനാണ്. അത് ഉപകാരപ്പെടാത്തൊരു ദിവസം പരലോകമാണ്. പരസ്പരം ഉറ്റ ബന്ധുക്കളെ ആരും ചോദിക്കുകയില്ല. ഒരു കുടുംബ ബന്ധം ഉണ്ടാവില്ല. ആരും അങ്ങോട്ടും ഇങ്ങോട്ട് ചോദിക്കൂല. ഉമ്മ എവിടെ, വല്യമ്മ എവിടെ, ഉപ്പാപ്പ എവിടെ, ആരും ചോദിക്കൂല. എന്റെ പിഞ്ചു മകളെവിടെ, എന്റെ പൊന്നോമന പുത്രി എവിടെ, എന്റെ മകൻ എവിടെ, ചോദിക്കൂല. ആരും ആരെയും നോക്കാത്ത പരലോകം. ആർക്കും തന്നെ തന്റെ സമ്പത്തോ തന്റെ കുടുംബമോ ഉപകരിക്കാത്ത പരലോകം. അവിടെ ആരാ ജയിക്കുക? ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. തെളിഞ്ഞ ഹൃദയമായിരിക്കണം.